ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ മാത്രമല്ലേ പറയുന്നുള്ളൂ? ഇതിനകത്ത് ഇത്രമാത്രം മാനവിക വിരുദ്ധതകൾ നിറഞ്ഞു നിന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് സമ്മതിക്കാത്തത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ട്, ഞങ്ങളുടേതു മാത്രം വല്ലാത്ത മുന്തിയ ഗ്രന്ഥമാണെന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇന്ന ഇന്ന അപാകതകൾ ഉണ്ടെന്നും കാണിച്ച് നിങ്ങൾ എന്തിനാണ് അപരന്റെ മതപ്രമാണങ്ങളെ എടുത്ത് പിച്ച് കീറി വെയിലത്ത് വെക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടേത് മുന്തിയതാണെങ്കിൽ നിങ്ങൾ വെച്ചോ. പക്ഷേ നമ്മുടേതില് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധതകൾ നിറഞ്ഞ ഒരു പുസ്തകം വെച്ചിട്ട് നിങ്ങള് അപരന്റെ ഗ്രന്ഥത്തിലാണ് മാനവിക വിരുദ്ധതകൾ ഉള്ളത്, സ്ത്രീ വിരുദ്ധതകൾ ഉള്ളത് എന്ന് ആരോപിക്കുമ്പോൾ നമുക്കത് പറയേണ്ടി വരുന്നതാണ്. എല്ലാവർക്കും ഒരു പക്ഷേ അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചൊന്നും വരില്ല. ഇപ്പോൾ ഗൂഗിള് ട്രാൻസ്ലേഷൻസ് എമ്പാടുമുണ്ട്, എല്ലാ ഭാഷകളിലും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണ്ടേ? നമ്മുടേതു മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഹിന്ദുയിസത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവരുടെ മതപ്രമാണങ്ങൾ എടുത്ത് ശ്ലോകങ്ങൾ പഠിച്ച് ഹൈന്ദവ പ്രമാണങ്ങളിൽ ഇന്ന ഇന്ന വസ്തുതകളാണുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടേതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ആരോപിച്ചില്ലേ? നമ്മുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ നമുക്ക്? എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ വലിയ രൂപത്തിൽ ഫ്ലക്സുകൾ കെട്ടിവെച്ച് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ മുസ്ലിം ക്രിസ്ത്യൻ സംവാദങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്തേ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹപരമായിട്ട് സംവദിക്കണ്ടേ? എന്റെ മതം മാത്രമാണ് ശരിയെന്ന് നിങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണ്ടേ? ഇപ്പോ എന്താ കാരണം? ഇനിയും വിളിച്ചു പറയണം. നമ്മുടെ ഗ്രന്ഥം മാത്രമാണ് കുറ്റമറ്റത്. 23 വർഷ കാലഘട്ടത്തിനിടയിലായി അള്ളാഹു അല്പാൽപമായി ഘട്ടം ഘട്ടമായി സന്ദർഭോചിതമായി ഇറക്കിത്തന്ന ഗ്രന്ഥമാണിത്. ഇതിനകത്തൊരു തെറ്റ് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്ന് ഇനിയും ഒന്ന് പറ. എന്നിട്ട് പറ, ഇതെങ്ങാനും അല്ലാഹു അല്ലാത്തവരുടെ കയ്യിൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥം ഇറങ്ങിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. സക്കീറെ, ഞാൻ നന്നായി തന്നെയാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. ജാമിത പഠിപ്പിച്ച കുട്ടികളൊന്നും വഴുതി കെട്ടി പോകത്തില്ല, ഗതികേടിലായി പോകത്തുമില്ല. അവർക്ക് ഞാനേ നല്ല ബുദ്ധിപൂർവമുള്ള കാര്യങ്ങൾ, ഇത് എക്സാമിന് വേണ്ടി പഠിക്കുക, എക്സാമിന് വേണ്ടി ഇത് പഠിക്കുക, ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് കല്ലും നെല്ലും തിരിച്ചു തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പറയാൻ ഞാൻ ബാധ്യതപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളുടേത് മുന്തിയതാണ്. ആ മുന്തിയ ഗ്രന്ഥം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നിങ്ങൾ വിടാതെ പിടികൂടി ആക്രമിക്കുന്നത് കൊണ്ടാണ്. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസമോ നിരാസമോ ഒക്കെ ആയി മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്രയും സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം അസഹിഷ്ണുത? നിങ്ങൾക്ക് ഇത്രമാത്രം ഉദ്ധരിച്ച കമ്പി ലിംഗവുമായി നിങ്ങൾ ആരുടെ പുറത്ത് കയറാൻ നടക്കുന്നതാ? ഒരു ലൈവില് വന്നാൽ ഉടനെ ഇവർക്ക് ആകെ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഇവരുടെ കുറ്റമാണോ? അല്ല, ഈ പുസ്തകത്തിനകത്തുള്ളത് ഇത് തന്നെയാ. ഈ പുസ്തകം പഠിപ്പിക്കുന്ന ആളുകൾ ഇത് തന്നെയാ പ്രാവർത്തികമാക്കി കാണിക്കുന്നത്. ഒയ്യോ, ആണോ? അള്ളാഹുന്ന് വിളിച്ച വലിയ കുഴപ്പമാ? അള്ളാഹുവിനെക്കാട്ടില് പരാജയമല്ലടാ നീയൊക്കെ. എന്തായിരുന്നാലും പഠിച്ചവന്റെയും പഠിച്ചവന്റെ റസൂലിന്റെയും അത്രയും കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുടെ അത്രയും പരാജയം ഒന്നുമല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഗോവിന്ദചാമി അടക്കമുള്ള ആളുകൾ, കേട്ടാ. അപ്പോ നമ്മൾ പറയുന്ന വസ്തുതകൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലുള്ള ലൈംഗികതകൾ മാത്രമേ നിങ്ങൾക്കറിയൂ. പലരും പറയുന്നു ജാമിദ ലൈംഗികതകൾ പറഞ്ഞിട്ട് ഖുർആൻ ഹദീസോടാ പറയുന്നേ.
ഖുർആനും ഹദീസും ആണടാ പറയുന്നേ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാടാ പറയുന്നത്. അതിനകത്ത് ഇത്തരം കാമകഥകൾ മാത്രമേ ഉള്ളൂ എന്ന് പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യവുമില്ല. പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തടേ? കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്ന് ഞാന് കുറച്ച് ഹദീസുകളും കുറച്ച് ഖുർആൻ ആയത്തുകളും ഒക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂട്യൂബില് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒക്കെ കോർത്തിണക്കി പോസ്റ്റുകൾ ഇടാറുണ്ട്. അതുപോലെ ഇന്ന് എത്ര മണിക്കാ, കുറച്ച് നേരത്തെയാണ് ഇട്ടത്, ഒരു ഇന്നലെ രാത്രിയാണ് എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതണമെന്ന് തോന്നിയത്. അങ്ങനെ കുറച്ച് ഡേറ്റാസ് ഒക്കെ സംഘടിപ്പിച്ച് ഇട്ടു. ഇന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറിലാകുന്നത്? നിങ്ങൾ കാരണമാണ് സക്കീറെ, നിങ്ങൾ കാരണമാണ് നൗഷാദെ. നിന്നെ പോലെയുള്ള ആളുകൾ അസഹിഷ്ണുതയോടുകൂടി ഇടപെടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ കാക്കമാരെല്ലാം ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുന്നത്? ദാ ഈ പൊത്തകം കാരണമാണ് എന്ന് പറയേണ്ടി വരുന്നത്. നമ്മുടെ പൊത്തകത്തിനകത്തുള്ള കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും വളയാത്ത ലിംഗത്തെക്കുറിച്ചും സംസാരിക്കേണ്ടി വരുന്നത് ഇതൊക്കെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ്. പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നറിയാത്തത്. എന്റെ ഉമ്മയെ വരെ കളിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്വന്തം ഉമ്മയെ കളിച്ച് കളിച്ച് കുഴഞ്ഞ ഒരുത്തരം മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റൂ. അല്ലാതെ ആരുടെ മാതാവിനെയും അങ്ങനെ തന്നെ കാണാനേ ഏതൊരു ഹൈന്ദവനും ഏതൊരു ക്രൈസ്തവനും പറ്റൂ. കാരണം ആ രൂപത്തിൽ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റില്ല. അവർ ആ രൂപത്തിലുള്ള കൾച്ചറിൽ വളർന്നു വരുന്നത് കൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉളുപ്പും മാനവും കെട്ട് ജീവിക്കുമല്ലേ. മദ്രസ തലം മുതൽ ഹോളുകൾ, ദ്വാരങ്ങൾ വലുതാക്കി തുടങ്ങുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ കിലോ കണക്കിന് സ്വർണം കയറ്റി വെക്കാനുള്ളതല്ലേ. അള്ളാഹ് അള്ളാഹ് എന്ന് വിളിച്ച് ഡോക്ടർമാർ വലിച്ചെടുക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോ ഇനിയും ഇങ്ങനെയുള്ള വിശ്വാസികൾ ഉള്ളിടത്തോളം ഇസ്ലാം ഏറിൽ നിന്നും താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം എന്തെന്നറിയാമോ? ഈ ഇസ്ലാമിനെ താഴെ നിർത്താൻ നമ്മുടെ വിശ്വാസികൾ സമ്മതിക്കില്ല. നമ്മുടെ ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് അതറിയാൻ അമുസ്ലിങ്ങൾ കൂടുതൽ ക്യൂരിയോസിറ്റി കാണിക്കുന്നു. ചേടാ, ഇത് എന്താണ് ഒരു ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് നിറച്ചും ഇത് തന്നെയാണല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ പെരുമാറുന്നത്? ജനങ്ങൾ ചിന്തിക്കുന്നു, അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവര് ചോദിക്കുന്നത്, സർവശക്തനാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ട് എന്തിനാടാ ഹമാസെ നീയൊക്കെ പോയി ജൂത പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നത്? എന്തിനാടാ നീയൊക്കെ പോയി ജൂത കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ നീയൊക്കെ അങ്ങ് തുനിഞ്ഞിറങ്ങിയാ മതിയോ? എല്ലാത്തിനും കഴിവുള്ള പടച്ചറബല്ലേ അത് ചെയ്യേണ്ടത്. മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് അവരിൽപ്പെട്ട വലിയ ഒരു വിഭാഗത്തെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നും നരകം നിറയ്ക്കുമെന്നും നരകത്തിലിട്ട് പൊരിക്കുമെന്നും അള്ളാഹു പറയാ. അപ്പോ ഇങ്ങനെ പറയുമ്പോ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പടച്ചോണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നിങ്ങൾക്കെങ്കിലും അറിയില്ലേ പടപ്പുകളെ? നരകവും സ്വർഗവും അള്ളാഹു സൃഷ്ടിച്ചു. അതിനകത്ത് ആൾക്കാരില്ലെങ്കിൽ മോശമല്ലേ? അല്ലേ? അപ്പൊ അതിനകത്ത് ആൾക്കാരെ സൃഷ്ടിക്കാനുള്ള ബാധ്യത പടച്ചോനില്ലേ? അതുകൊണ്ട് പടച്ചോൻ അങ്ങനെ സൃഷ്ടിച്ചത്. ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട്. നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും കരിങ്കല്ലുകൾ ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന അഗ്നിയിൽ മനുഷ്യനും ഇന്ധനമാണ് എന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട്. ഏത് മനുഷ്യൻ? കാഫിറുകൾ. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളാണ് ആ നരകത്തിന്റെ ഇന്ധനമെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട്. സക്കീറെ, മാന്യമായി ചോദിക്ക്, മാന്യമായി പ്രതികരിക്ക്. അങ്ങനെ തന്തയ്ക്ക് പിറന്ന മോനെ പോലെ സംസാരിക്ക്. കണ്ട അലവലാതി കാമഭ്രാന്തന്മാർക്ക് ജനിച്ചതുപോലെ ചോദിക്കരുത്. സക്കീർ, സാജു, കൃത്യമായിട്ടുള്ള ചോദ്യമാണ്.
എനിക്ക് താങ്കളോട് ഒരു വെറുപ്പുമില്ല ടീച്ചറെ, എനിക്ക് താങ്കളോട് ഒരു വെറുപ്പുമില്ല. പക്ഷേ താങ്കൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കുറ്റം പറയുന്നത്, മറ്റുള്ള മതങ്ങളിലും കുറ്റമുണ്ട് ടീച്ചറെ, നിങ്ങളത് കാണാതെ പോകരുത്. ഉണ്ട്. ഞാൻ ഒരിക്കലും ഇസ്ലാമിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇത് കുറ്റവുമല്ല സക്കീറ കേട്ടോ. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമാണ് പറയുന്നത്. എന്റെ സംശയങ്ങളാണ്, എന്റെ ആകുലതകളാണ്, എന്റെ വിമർശനങ്ങളാണ്, എന്റെ ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരം കിട്ടിയാൽ വിമർശനം അവിടെ തീർന്നു. മറ്റു മതങ്ങളൊന്നും ശരിയാണ് എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. നമ്മളിപ്പോ എനിക്ക് പുട്ടു വേണ്ട എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം വേണമെന്നല്ലല്ലോ അർത്ഥം. അതല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ചപ്പാത്തി കൊള്ളൂല എന്നല്ല, നമുക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെ വിമർശിക്കാത്തത്? ആ മതങ്ങളെ വിമർശിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്ക് ആ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മൾ ജനിച്ച, നമ്മൾ വളർന്ന, പഠിച്ച, പരിശീലിച്ച, പഠിപ്പിച്ച, പരിശീലിപ്പിച്ച ഈ മതത്തെ കുറിച്ചിട്ടാണ് അറിയുന്നത്. ഒന്നത്. രണ്ട്, നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ, ഖുർആനിലും ഹദീസിലുമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത്? എന്തിനാണ് ഈ നിങ്ങൾ പച്ച തെറി വിളിക്കുന്നത്? ഒറ്റ ലൈവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമായിരുന്ന ലൈവ് ഇപ്പൊ തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളെ സഹിഷ്ണുത പഠിപ്പിച്ചിട്ടേ അവസാനിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട്. ഒരു സമൂഹത്തിൽ വന്ന് ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ അവസാനിപ്പിക്കൂ. ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം, അതല്ലെങ്കിൽ ഞാനിത് വെച്ച് അവസാനിപ്പിക്കണം. അതുമല്ലെങ്കിൽ ലോകം മുഴുവനും നിങ്ങളുടെ കൾച്ചർ ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ലൈംഗിക വൈകൃതങ്ങളോടുകൂടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണം. ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. ഇനിയിപ്പോ എന്താ പ്രശ്നം? അതുകൊണ്ടാണ് കേട്ടോ. ഹന്ന, ആദ്യം നല്ല സംസ്കാരത്തിൽ സംസാരിക്കുക. അവളെ ഇവളെന്നൊക്കെ നിന്റെ തള്ള ഉണ്ടാവും വീട്ടിൽ, അവളെ പോയി വിളിക്കല്ലേ, അവളെ പോയി വിളിക്കേ. നിന്റെയൊക്കെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കേണ്ടി വരുന്നതാണ് കേട്ടാ. അതെന്താ നിങ്ങൾക്കറിയില്ലേ? ആറുകാണി മെമ്പേഴ്സാ, എന്താ നിങ്ങൾക്കറിയില്ലേ? അറിയാവുന്നവരോട് ചോദിക്കാൻ പറഞ്ഞു. അതുപോലും മലയാളത്തിൽ പോലും മലയാളത്തെ വ്യഭിചരിക്കുന്ന ഇങ്ങനെ കുറെ പാഴ് ജന്മങ്ങള്. അല്ല, ഏതോ ഒരുത്തി വന്നിട്ടേ ഹന്ന, ഏതോ ഒരു ഹന്ന ഹൻസ അങ്ങനെ കണ്ടെണ്ണം വന്നിപ്പോ. ഞാനാണോ ചോദിച്ചത് എനിക്കറിയില്ല കേട്ടോ. ഏതോ ഒരാള് വന്നിട്ട് സോണി വേഗ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, മതഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന പടച്ചോനെ ഞാൻ വിശ്വസിക്കുന്നില്ല, മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നറിയാം. ഇങ്ങനെയൊന്നും സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ തഫ്സി, നിന്റെ തന്തയാണ് ഞാൻ പറ്റിച്ചത്. അങ്ങനെ നിന്റെ തന്ത പിന്നീട് ആത്മഹത്യ ചെയ്തടാ. മരത്തിൽ നിന്ന് തൂങ്ങി ആടുന്നത് കണ്ടിട്ട് പോലീസുകാരൊക്കെയാ വലിച്ചടിച്ചിട്ടത് താഴെ. അറിഞ്ഞില്ലേ നീ? തസവുഫ് ഒന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. അതൊക്കെ പഠിച്ചിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ എന്താണ് ഇസ്ലാം, എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്? ജനങ്ങളൊന്ന് അറിയണം. കാരുണ്യവാനായ അള്ളാഹു, സകല കഴിവുമുള്ള സർവശക്തനായ അള്ളാഹുവിന് ഞാനൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിനെ വിമർശിച്ചാലോ അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ നിനക്കൊക്കെ കുഴപ്പം? നമ്മുടെ മതം അത്രമാത്രം കുറ്റമറ്റതാണെങ്കിൽ ആളുകൾ അങ്ങ് വിശ്വസിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ ഈ തെറി വിളിക്കുന്നത്, ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അതല്ലാതെ ഞാൻ നരകത്തിൽ കിടന്ന് കത്തി എരിയുമെന്നുള്ള വേദന കൊണ്ടൊന്നും അല്ലല്ലോ. എനിക്കില്ലാത്ത വേദനയൊന്നും നിനക്കൊന്നും വേണ്ടല്ലോ. ഇനി നിനക്കൊക്കെ സ്വർഗം തരാമെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ പോയി വാങ്ങിച്ചോടേ.
ആരും പണങ്ങില്ലല്ലോ, വേണ്ടാന്ന്, പോയി വാങ്ങിച്ചോ. മുഹമ്മദ് നബി ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു. അത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവിടെ വ്യഭിചാരം പാടില്ല, ഇവിടെ മദ്യപാനം പാടില്ല. വേറൊരു പെണ്ണിനെ നോക്കി വെള്ളമിറക്കാൻ നബിക്ക് പറ്റും, വേറൊരാൾക്കും പറ്റില്ല. വ്യഭിചാരം നബിക്ക് പറ്റും, വേറൊരാൾക്കും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചാൽ അള്ളാഹു പരലോകത്ത് ചാരു കസേരകളിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്ന താരസുന്ദരിമാരെ നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ പെണ്ണുങ്ങളോട് കമ്പൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് 72 എന്നല്ല, ഇനിയിപ്പം 72ന്റെ മൾട്ടിപ്പിൾ കിട്ടിയാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങളോട് ഒരിക്കലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ആ തോന്നുന്നത് ഒരു കുഴപ്പമാണെന്നല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹു സ്വർഗത്തിലെ സൽസബീൽ എന്ന് പറയുന്ന മദ്യമൊഴുകുന്ന അരുവികളും പൂന്തോപ്പുകളും മദ്യക്കോപ്പകളുമൊക്കെയായി ചുറ്റി നടക്കുന്ന ബാലന്മാരെയും മുത്തുകൾ പോലെയുള്ള ചിപ്പിക്കകത്തടയ്ക്കപ്പെട്ട പവിഴം പോലെയുള്ള പെണ്ണുങ്ങളെയും ഒക്കെ നൽകാമെന്നും ഒരുപാട് പരിചാരകരെ നൽകാമെന്നും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു വെച്ചു. കാരണം അന്ന് ഇതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റുമായിരുന്നില്ല. അന്ന് മനുഷ്യൻ ലൈംഗികതയൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് തൽക്കാലം ജനങ്ങളെ അവിടെ പിടിച്ചു നിർത്തി. തൽക്കാലം അവിടെ നിൽക്കുക. ഇവിടെ എല്ലാം ഹറാമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവിടെ വേശ്യാലയം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാമാ പടച്ചവനെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞു. പി അബൂബക്കർ ഖാസിമി വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വ്യഭിചരിക്കാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അതിന്റെ പേരല്ലേ വ്യഭിചാരശാലകൾ. അത് ചെയ്തു കൊടുക്കുന്ന ആളല്ലേ കൂട്ടിക്കൊടുപ്പുകാരൻ, അതല്ലേ മാമ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് എന്താ കാര്യം? ഉസ്താദ് പറയുമ്പോൾ ഹലാൽ വ്യഭിചാരവും നമ്മൾ പറയുമ്പോൾ ഹറാം വ്യഭിചാരവുമാകുന്നത് എങ്ങനെയാ? മദ്യം മ്ലേച്ഛവൃത്തിയാണെന്നാണ് ഖുർആൻ പറയുന്നത് മറ്റൊരിടത്ത്. ആ മ്ലേച്ഛവൃത്തി വെച്ചിട്ട് സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് ശരിയാണ്. ഇനിയും സ്ത്രീകൾ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എന്താണ് കിട്ടുന്നത്? ഞാൻ ആഗ്രഹിക്കുവാണ് എന്റെ ഭർത്താവിനെ അവിടെ വേണം. കിട്ടുവോ? ഇല്ല. കാരണം എന്താ? എന്റെ ഭർത്താവ് അന്നേരം അവിടെ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ 72 ഹൂറികളും ഒത്ത് ആടിപ്പണി നടക്കുമായിരിക്കും. അയാൾക്ക് ഇവിടെ ഉപയോഗിച്ച് മടുത്ത എന്നെ അവിടെ ആവശ്യം ഉണ്ടാവുമോ? അപ്പൊ ഇനിയിപ്പോ വേറൊരു ഹൂറനെ ആഗ്രഹിച്ചാൽ അവനുമില്ലേ 72 ഹൂറി പെണ്ണുങ്ങൾ അവിടെ. സ്വർഗീയ സ്ത്രീകളെക്കാട്ടിൽ എന്ത് മെച്ചമാണ് നമുക്കുള്ളത്? അവരൊക്കെ ആണെങ്കിൽ അവരുടെ കൈത്തണ്ട ഒന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അവിടെ സൂര്യൻ ഉദിക്കേണ്ടെന്ന ഉസ്താദ് പ്രസംഗിച്ചത്. അപ്പോ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാം ലഭിക്കും. മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുമോ? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം അവരുടെ ഭർത്താക്കന്മാരെയെങ്കിലും കിട്ടുമോ? ഇനിയും ഒരു പുരുഷൻ ഒരു വിവാഹം കഴിച്ചു ഡിവോഴ്സായി, രണ്ടാമത്തെ വിവാഹം കഴിച്ചു ഡിവോഴ്സായി, മൂന്നാമത്തെ വിവാഹം കഴിച്ചു ഭാര്യ മരിച്ചുപോയി, നാലാമത് കഴിച്ചു, അങ്ങനെ ഒരു 10-15 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിൽ ആരെയാണ് സ്വർഗത്തിൽ കിട്ടുക? ഈ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇസ്ലാമിക വിധി എന്താണ്? ഇവിടെ തന്നെ 2, 3, 4 ഒക്കെ കെട്ടുന്ന ആളുകളുണ്ടല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് അവന്മാരെ എന്ത് ചെയ്യും? ഭാഗിച്ചു കൊടുക്കുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇനിയിപ്പോ ഞാൻ പന്നിയിറച്ചി ഒരിക്കലും കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാംസത്തോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ നല്ലൊരു വെജിറ്റേറിയൻ ആണ്. എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് മീനോ ഇറച്ചിയോ ഒക്കെ ഒന്ന് കഴിക്കാൻ തോന്നും. അങ്ങനെ എന്നാലും കഴിവതും ഒഴിവാക്കാറാണ് പതിവ്. വലിയ താല്പര്യം തോന്നാറില്ല. ബിരിയാണി ആണെങ്കിൽ പോലും റൈസ് കഴിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല. മുമ്പൊക്കെ കഴിക്കുമായിരുന്നു, പിന്നീട് പിന്നെ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. എനിക്ക് പന്നിയിറച്ചി തിന്നാൻ തോന്നുകയെന്ന് വിചാരിക്കുക, സ്വർഗത്തിൽ കിട്ടും. പട്ടിയിറച്ചി തിന്നാൻ തോന്നുകയെന്ന് വിചാരിക്കുക, സ്വർഗത്തിൽ കിട്ടുമോ? കിട്ടുമോ? കിട്ടത്തില്ല. ഹൂറികളുടെ മാറിടം വെച്ചിട്ട് അള്ളാഹു പരസ്യം ചെയ്യാം. നമ്മുടെ നാട്ടിലെ ജ്വല്ലറിക്കാരൻ ഒരു പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ അള്ളാഹു 72 പെണ്ണുങ്ങളെ നിരത്ത് നിർത്തി പരസ്യം ചെയ്തില്ലേ? നിങ്ങളൊന്ന് പറ. നിങ്ങളൊക്കെ നമസ്കരിക്കുന്നത് എന്തിനാ? നിങ്ങൾ നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, മറ്റുള്ളവരെ പേടിച്ചിട്ടെങ്കിലും അല്ലറ ചില്ലറ വ്യഭിചാരങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്നു. ശരി,
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത്? ഈ സ്വർഗത്തിന് വേണ്ടി തന്നെയല്ലേ? അല്ലേ? ഓ അസ്മ, ആദ്യം നമുക്ക് നിന്റെ വിധി എന്താണെന്ന് നോക്കാം. ശരി, എന്റെ വിധി നീ അങ്ങ് വിധിക്കേ. എന്റെ പൊന്നു കൊച്ചേ, എന്നോട് പടച്ചോൻ ക്ഷമിക്കും. അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടെങ്കിൽ അവസാനം ഞാൻ പറയാണ്, പടച്ചോനെ എനിക്ക് അന്നേരം അത് ശരിയാണെന്ന് തോന്നി പടച്ചോനെ, അതുകൊണ്ട് ഞാനത് ചെയ്തതാ എന്ന് പറയാണ്. പടച്ചോനെ പുറത്തേക്കണേ, നീയൊക്കെ ഏത് പാപം എവിടെ പോയി കഴിയുകളയും. പടച്ചോനെ, നീ വിചാരിച്ചത് കൊണ്ടാണേ ഞാനൊരു യുക്തിവാദി ആയതല്ല, നിന്റെ മാർഗത്തിലാണേ ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചത്. പടച്ചോനെ, ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നേ. നീയാണേ പടച്ചോനെ ഇടയ്ക്ക് എനിക്ക് തോന്നിയത്. സിദ്ദി ദുബായ്, എടാ നീയും ആ മോള് തന്നെയാ, നീയും ആ മോൻ തന്നെയാ. നിന്നെ പിന്നെ എന്താ ഉമ്മ ദൂറിയിട്ടതാ ആണോ? പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെ കുറിച്ച് പറയുന്നത് വലിയ ഒരു മഹത്വമായിട്ടോ നല്ല 4 തെറി വിളിച്ചെന്നൊന്നും പറയല്ലേ. ഇത് മനുഷ്യന്റെ അവയവം മാത്രമാണ്. ഇത് പുരുഷന് മാത്രം പറയാൻ നമ്മുടെ സമൂഹം അവർക്ക് മാത്രം സംവരണം ചെയ്ത് കൊടുത്തതാണ്. തെറി വിളിക്കാനുള്ള അധികാരം പുരുഷന് മാത്രം. ശരി, വിളിച്ചോ, കുഴപ്പമില്ല. എന്റെ കൾച്ചർ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പിക്കുപ്പായക്കാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് കൃഷിയിടങ്ങൾ മെത്ത വിരിച്ചു പോയി കിടക്കാനുള്ളതിനെ എന്റെ ലൈവും കണ്ടിട്ട് ചെന്നാല് ഇവളുമാര് വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകത്തേ ഉള്ളൂ. പെൺപിള്ളാരെ ഇവിടെ 3-4 ലൈവ് അടുപ്പിച്ച് കിട്ടിയാല് നീയൊക്കെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് പോയി ജീവിച്ചോ. കുടുംബജീവിതം അലങ്കോലമാക്കണ്ട. ആരുടെയും ജീവിതത്തിൽ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നീയാസ്, നിനക്ക് സൗദിയിൽ വന്നിങ്ങനെ പറയാൻ ചങ്കൂറ്റുണ്ടോ? എടാ നാറി, ഞാനൊരു ഇന്ത്യക്കാരിയല്ലേ? ഞാൻ എന്റെ രാജ്യത്തിരുന്നിട്ടല്ലടാ പറയേണ്ടത്. ഞാൻ എന്തിനാടാ സൗദിയിൽ വരുന്നത്? മറ്റവനെ തലയ്ക്ക് സുഖമില്ലാത്തവനെ. ഞാൻ ഇസ്ലാമിക രാജ്യത്ത് വന്നിട്ട് എന്തിനാടാ ഇസ്ലാമിനെ വിമർശിക്കുന്നത്? ഞാൻ എന്റെ രാജ്യത്തിരുന്ന് എന്റെ രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ഞാൻ വിമർശിക്കുന്നത്. പടച്ചോനെ കുറിച്ച് പറയുമ്പോ നിങ്ങളെ വല്ലാതെ വെകിളി കൊള്ളുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ പടച്ചോനെ ഞാനും ഒരു കാലത്ത് അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നതാ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒക്കെ വിശ്വസിച്ച് ഒരുപാട് ഖുർആൻ ക്ലാസ്സുകൾ എടുത്ത് റമദാനിലെ 30 ദിനരാത്രങ്ങളിലും 2 സ്ഥലത്ത് തറാവി നമസ്കരിപ്പിക്കുമായിരുന്നു. തോരാതെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അള്ളാഹുവിലേക്ക് അടുക്കുക. ഒരു തറാവി നമസ്കരിക്കുമ്പോൾ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും ഫിനിഷ് ചെയ്യും. ഖത്തം ഓതുക എന്ന് അതിന് പറയാ. അങ്ങനെ നേരം വെളുക്കുവോളം നിന്ന് നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി ജനങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആളാ ഞാൻ. അള്ളാഹു അറിയാതെ, അള്ളാഹു വിചാരിക്കാതെ എന്റെ വിശ്വാസം എന്റെ ഹൃദയത്തിൽ നിന്ന് പോകുവോ? തലച്ചോറിൽ നിന്ന് പോയത് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ്. എന്നെ വിശ്വാസത്തിൽ നിന്നും എടുത്തെറിഞ്ഞത് പടച്ചോനല്ലേ. അപ്പൊ പിന്നെ ആ പടച്ചോൻ നോക്കത്തില്ലേ എന്റെ വിധി? നിങ്ങൾ വെറുതെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? അള്ളാഹു എന്ന് പറയുന്ന പുരുഷ പടച്ചവൻ സൃഷ്ടിച്ച സ്വർഗത്തിൽ 72 ഹൂറികളല്ലാതെ ഒരു ഹൂറനെ കുറിച്ചിട്ടെങ്കിലും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തേ പറയാത്തത്? ഇനി അതും പോട്ടെ, ആണും പെണ്ണും അല്ലാത്ത ഒരു ജെൻഡർ ഉണ്ടല്ലോ, അള്ളാഹുവിന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ഒരു ജെൻഡർ ഉണ്ടെന്ന്? അവർക്ക് അള്ളാഹു ആരെയാ കൊടുക്കുക? പിന്നെ ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ഇവർക്കൊക്കെ ആരെയാ കൊടുക്കുക? ഇവരുടെയൊക്കെ വൈകാരികതകൾ പോലും തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ നമ്മുടെ പടച്ചോന്. ഇനിയും അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത പാപങ്ങൾ ഒഴികെ എല്ലാം
അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാ പറഞ്ഞത്. ഞാൻ പങ്കു ചേർത്തിട്ടില്ല. 7 മഹാപാപങ്ങളിൽ ഒന്നുപോലും ഞാൻ ചെയ്തിട്ടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല. 2 സിഹ്റാണ്, മാരണം, കൂടോത്രം, ഞാനത് ചെയ്തിട്ടില്ല, ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല. 3 പലിശയാണ്, അതുമായിട്ടും എനിക്ക് ബന്ധമില്ല. 4 അന്യായമായ മനുഷ്യവധമാണ്, ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അനാഥകളുടെ സ്വത്ത് ഭുജിക്കലാണ്, ഞാനത് ചെയ്തിട്ടില്ല. ഞാനേ അനാഥയാണ്. 1 അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ഞാനത് ചെയ്തിട്ടില്ല. 2 മാരണമാണ്, ഞാനത് ചെയ്തിട്ടില്ല. 7 മഹാപാപങ്ങളെ കുറിച്ചിട്ടാ പറയുന്നത്. മാരണം ഞാനത് ചെയ്തിട്ടില്ല. 3 അന്യായമായ മനുഷ്യവധം, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ന്യായത്തിനെ കൊന്നിട്ടില്ല. പിന്നെ എങ്ങനെ അന്യായം? ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ 4 പലിശ ഭുജിക്കുക, ഞാനതും ചെയ്തിട്ടില്ല. 5 യുദ്ധരംഗത്ത് നിന്ന് ഓടി ഒളിക്കുക, ഞാനത് ചെയ്തിട്ടില്ല. എന്റെ ജീവിതമേ ഒരു യുദ്ധമാണ്. ഒരു പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിച്ചിട്ടില്ല. അവിടെ നിന്ന് ആ പ്രശ്നം പരിഹരിക്കും. അതല്ലെങ്കിൽ ഏത് കാലത്തായിരുന്നാലും ശരി, ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ അവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഒരു പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിച്ചിട്ടില്ല. 6 സത്വൃത്തയായ സ്ത്രീയെ കുറിച്ച് അപവാദം പറയുക, ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പങ്കു ചേർക്കുന്നതല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടാണ് 7 മഹാപാപത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. ഇതിലൊന്നുപോലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ അള്ളാഹു എന്നെ ശിക്ഷിക്കുക? അതായത് വിശ്വാസികൾ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് ഞങ്ങളുള്ളത്, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കവും. ശരിയെന്ന്. ഒരു അമുസ്ലിം മരിച്ചാൽ ഫീനാരി ജഹന്നമ ഖാലിദൂൻ, അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കുമെന്ന് പഠിപ്പിച്ചു. എന്തിനങ്ങനെ പറയണം? ആ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചു അള്ളാഹു, നരകവും സൃഷ്ടിച്ചു. ഒന്നുകിൽ നരകം സൃഷ്ടിക്കാതിരിക്കാമായിരുന്നു. ആ നരകം സൃഷ്ടിച്ച അള്ളാഹുവിന് നരകം നിറയ്ക്കാൻ മനുഷ്യരെയും സൃഷ്ടിച്ചല്ലേ പറ്റൂ. അപ്പോൾ ആരുടെ കുഴപ്പമാണ്? ആ മനുഷ്യനെ നരകം സൃഷ്ടിച്ച് അതിനകത്തിട്ട് വറുത്ത് പൊരിച്ചെടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇട്ട് കൊടുക്കുന്നത്, തലച്ചോറിൽ ഇട്ട് കൊടുക്കുന്ന. പടച്ചോറിന് ഹൃദയമേ ഉള്ളൂ, ശരി, ഹൃദയത്തിലെങ്കിലും ഒന്നിട്ട് കൊടുക്കാമായിരുന്നല്ലോ. ഒരു ഹദീസേ റിപ്പോർട്ട് ചെയ്യുന്ന അബൂദർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നബിയോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി പറഞ്ഞു പ്രവേശിക്കും. അപ്പൊ പറഞ്ഞു, പ്രവാചകരെ ഞാൻ കളവ് നടത്തിയിട്ടുണ്ട്. ഓ, സ്വർഗം കിട്ടുവടാ, കുഴപ്പമൊന്നുമില്ലടാ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ സ്വർഗം കിട്ടുവടേ, പ്രശ്നമില്ലടേ. അല്ലാഹുവിന്റെ റസൂലേ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റസൂലേ. അപ്പൊ പറഞ്ഞു കിട്ടൂന്ന്. നീ വലിയ കാര്യമായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കിട്ടും. അടുത്തത് അയാൾ ചോദിക്കുകയാണ്, പ്രവാചകനെ മോഷ്ടിച്ചാലും കിട്ടൂ? ആന്ന് കിട്ടുവന്നേ. ആ ഹദീസ്, ഒരാള് കളവ് നടത്തിയാലും വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി, അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. 2-ാം അധ്യായം 23-ൽ 329 ഹദീസ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1237 ഹദീസിലും ഇത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുള്ള സ്വർഗമായിരിക്കും അത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകണം, എനിക്ക് പോണ്ട. കള്ളന്മാരും കൊലയാളികളും വ്യഭിചാരികളും ദുർനടപ്പുകാരും മോഷ്ടാക്കളും ഒക്കെയുള്ള സ്വർഗം, ഇവനെയൊക്കെ വിശ്വസിച്ച് സ്വർഗത്തിൽ പോയി ഇരിക്കാൻ പറ്റുമോ? വ്യഭിചാരികളാണ്, വേണ്ട. നബി പറഞ്ഞു, ജിബ്രീൽ എന്നോട് പറഞ്ഞു, നിന്റെ സമുദായത്തിൽ നിന്നാരെങ്കിലും ഒന്നിനെയും പങ്കു ചേർക്കാതെ, അതായത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4-ൽ 54-ാം വോള്യം 54-ാം അധ്യായം 445 ഹദീസ്. അതുകൊണ്ടാണ്
ചിലപ്പോ കാരശ്ശേരി മാഷൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടാ പറഞ്ഞത് എനിക്ക് ആ സ്വർഗം വേണ്ടാന്ന്. കാരണം ഇവരുടെയൊക്കെ കൂടെ പോയി കിടക്കണ്ടേ, താല്പര്യമില്ലാത്തോണ്ടാ. പഠിച്ചോനെ തരല്ലേ അല്ലാ, എന്റെ സ്വർഗം, നിന്റെ സ്വർഗത്തിലേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കല്ലേ അല്ലാ, എനിക്ക് വേണ്ട പഠിച്ചോനെ നിന്റെ സ്വർഗം എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നബിയൊക്കെ ഉണ്ടാവുമല്ലോ, വേണ്ട. 6 വയസ്സുള്ള കുഞ്ഞിനോടൊക്കെ നബി ഓരോന്ന് കാണിക്കണതൊക്കെ നമ്മളും കാണേണ്ടി വരൂലേ, താല്പര്യമില്ലാത്തോണ്ടാ. ഈ ലോകം സൃഷ്ടിച്ച പടച്ചോനെ, ഞാനൊരാള് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാനൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാനൊരാൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ പടച്ചോന്റെ സിംഹാസനം കുലുങ്ങുമോ? എൻ്റെ പൊന്നു മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. പടച്ചോൻ ഇതൊക്കെ ചിരിച്ചുകൊണ്ടാ കാണുന്നതുണ്ടെങ്കിൽ എന്നെ ഒരു ജാമ്യത ഒരിടത്തിരുന്ന് വിമർശിക്കുന്നു, ഈ പൊട്ടന്മാര് മൊത്തവും അവളെ തെറി പറഞ്ഞിട്ട് മലക്കുകൾക്ക് പണിയുണ്ടാക്കുകയാണല്ലോ എന്നാ പഠിച്ചോന്ന് വിചാരിക്കുന്നു. ജാമിതാക്കുള്ള ശിക്ഷ ഞാൻ വേറെ കൊടുത്തല്ല, ജാമിതായെ തെറി പറഞ്ഞിട്ട് ഇവന്മാരെന്തിനാണ് ഈ ശിക്ഷ ഉണ്ടാക്കി വെക്കുന്നതെന്നാ പഠിച്ചോന്ന് ചിന്തിക്കുന്നു. ഡാവേ, ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് പടച്ചോനെ വിമർശിക്കുന്നുണ്ട്, നബിയെ വിമർശിക്കുന്നുണ്ട്, അതിനകത്തുള്ളതാ പറയുന്നത് വിമർശനമാണെന്ന് നിങ്ങൾക്ക് തോന്നുക. ശരിയെന്നാ ബല, വിമർശനമെങ്കിൽ വിമർശനം. പടച്ചോൻ എന്നെ അങ്ങ് ശിക്ഷിച്ചോളൂ. എന്നെ തെറി പറഞ്ഞ് എന്തിനാടാവേ നീയൊക്കെ ഈ പാപം സമ്പാദിക്കുന്നത്? മറ്റൊരു ഹദീസ്, 80,000 ദാസന്മാർ. എത്രയാ? 80,000. 20,000 കൊണ്ടുണ്ടെങ്കിൽ 1,00,000 ആയാനെ. കൗണ്ട് ശരിയായില്ല, പോട്ടെ. 72 ഭാര്യമാരുമുള്ളവനാണ് സ്വർഗത്തിലെ കുഞ്ഞു സ്ഥാനം. സ്വർഗത്തിലെ കുഞ്ഞു സ്ഥാനം എങ്ങനെയുണ്ട്? 80,000 ദാസന്മാരും 72 ഭാര്യമാരും. അപ്പോ 80,072. ശരി, വേറെ ഏതെങ്കിലും കണക്ക് പഠിച്ചുകൊണ്ട് കാണുമായിരിക്കും, അങ്ങനെ ടാലി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. റൗണ്ട് ചെയ്യുമായിരിക്കും. റൗണ്ട് ചെയ്തെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നല്ലേ, 80,100 എന്നൊക്കെ ആക്കിയിരുന്നെങ്കിൽ. ആവട്ടെ, ഈ 80,000 ആളുകൾക്ക് എന്തുവാ ജോലി? സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ള ആളുകളുടെ ജോലിക്കാരാണ് ഈ 80,000 പേര്. എന്തായാലും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ 80,000 ആളുകൾക്ക് ശമ്പളം കൊടുക്കാനും തീറ്റിപ്പോറ്റാനും പഠിച്ചവും മതിയാവും. അവർക്ക് കിടക്കാൻ സ്ഥലമൊക്കെ പഠിച്ചവും കൊടുക്കുമായിരിക്കും. അല്ല, ഈ 80,000 ആളുകൾക്ക് എന്താണ് ജോലി? വിയർപ്പില്ല, തുപ്പലില്ല, മലമൂത്ര വിസർജനങ്ങളില്ല. അപ്പോ അതല്ല, അപ്പോ ഒരു സംശയം, ഈ 72 ഹൂറികളുമായി ആടിപ്പാടുമ്പോൾ ഈ 80,000 പരിചാരകരും കാണുമോ? അതൊരു മോശമല്ലേ, അതൊരു തുറന്ന സെക്സ് ആയി പോയല്ലോ പഠിച്ചോനെ. ഓപ്പൺ സെക്സ് ആയി പോയല്ലോ. അല്ല മുഹമ്മദ് ഉസ്മാനെ, എനിക്ക് ഭർത്താവുണ്ട്, ഇക്കണ്ട്, ഇവിടെ വിളിക്കണോ? എന്തെങ്കിലും രഹസ്യമായിട്ട് ചോദിക്കാനുണ്ടോ? എന്നാ കക്ഷിക്ക് ചാനലുണ്ട്, ചോദിച്ചോ. അതിനകത്തെ ലൈവിലൊക്കെ വരാറുണ്ട്, അന്നേരം ചോദിച്ചു. എൻ്റെ വീട്ടിലെ സ്വർഗമാണോ എന്ന്? അല്ലടാ, എൻ്റെ വീട് അല്ലെങ്കിലും സ്വർഗം തന്നെയാ. പക്ഷെ ഈ പെണ്ണും കള്ളുമുള്ള സ്വർഗമല്ലെന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ എൻ്റെ വീട് സ്വർഗം, എൻ്റെ മക്കള് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ. അടിച്ച് ചെപ്പ പൊട്ടിക്കണോന്ന് മുഹമ്മദ് ഉസ്മാൻ. ഇങ്ങോട്ട് പോരടാ, ഇങ്ങോട്ട് പോരെ. അങ്ങനെ എത്ര പേര് ഞാൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ? കൊള്ളാലോ. എന്താടാ ഖുർആനിലെ ഹദീസിലുള്ളത് പറയുമ്പോൾ നിനക്കൊക്കെ ഇങ്ങനെ കുരു പൊട്ടുന്ന കാര്യം എന്താടാ? ആര് മൈൻഡ് ആക്കാനെന്ന്? ഹബീര, നിന്നേക്കാൾ പിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? ഇഷ്ടമില്ലെങ്കിൽ ആരും അടിച്ചൊന്നും വിളിച്ചിട്ടില്ലല്ലോ നിങ്ങളെ ആരെയും. റെഡ് സ്ട്രീറ്റ് ഇൻ ഹെവൻ, അത് തന്നെയാ സ്വർഗത്തിലെ. അങ്ങനെ ഒരു സ്വർഗമാണ് അള്ളാഹു കാണിച്ചു വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. എന്നെ നിങ്ങൾ എന്ത് തെറി വേണമെങ്കിലും വിളിച്ചോ. 80,000 ജീവനക്കാര്. എന്തിന്? എന്തോ ഉണ്ടാക്കാൻ? നമ്മുടെ കയ്യും കാലം തളർന്നു പോയോ? അല്ല, ആ വിശറി എടുത്ത് ഒന്ന് വീശിക്കോ, ശരി, ഒരാള്. എൻ്റെ കാലെ ഒന്ന് തടവിക്കോ, ശരി, ഒരാള്. എൻ്റെ തല ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തോ, ശരി, ഒരാള്. ചെവിത്തോണ്ടി ഇട്ടോ, ബഡ്സ് ഇട്ടോ, എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒന്ന് കറക്കിക്കോ, ശരി, ഒരാള്. ഇത് എന്തോന്ന് കണക്കാണിത്? 80,000 പരിചാരകർക്ക് എന്തുവാ ജോലി? അപ്പൊ പിന്നെ ഈ 72 ഹൂറികളുമായി സല്ലപിക്കാൻ ഇവനെവിടെ സമയം?
സിറാജെ പോയി മലയാളം പഠിച്ചിട്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലടാ നേരത്തെ തന്നെ, ചീത്തയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ട് വരണമെന്ന്, മലയാള ഭാഷയെ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞില്ലേ നേരത്തെ തന്നെ. പടച്ചോനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമാണ് പറയുന്നത്. ബോധത്തോടെ മാത്രം, ഞാൻ ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. ഈ ഹബീരഹൻ ടി എം, നിനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ? ഖുർആനിനകത്തുള്ള സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ നിന്റെ വീട്ടിലെ സ്വർഗ്ഗമാണെന്നോ? എന്റെ വീട്ടിലെ സ്വർഗത്തിൽ എവിടെയാണ് 80,000 പരിചാരകർ? 4 പേർക്ക് മര്യാദയ്ക്ക് കിടക്കാൻ സ്ഥലമില്ലാത്ത ഈ വീട്ടിനകത്ത് എവിടെയാ 80,000 പരിചാരകർ? നിനക്ക് വല്ലാത്ത കുഴപ്പമാണല്ലോ. എന്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ സ്വർഗത്തിൽ തന്നെയാണ്. എന്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഷിർക്ക് ചെയ്തിട്ടില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരുടെയും അന്യായമായിട്ട് ആരുടെയും സമ്പത്ത് ആസ്വദിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. എന്റെ വാപ്പച്ചി സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്, എന്റെ ഉമ്മച്ചിയും സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദെയർ. ഞാനും കാണും അവിടെ. കാരണം എന്തെന്നറിയാമോ? എൻ്റെ വാപ്പച്ചിയുടെ ഏറ്റവും ലാസ്റ്റ് മോളാ ഞാൻ, എൻ്റെ ഉമ്മച്ചിയുടെ ലാസ്റ്റ് മോളാ ഞാൻ. അവര് സ്വർഗത്തിൽ കിടന്ന് ഇങ്ങനെ മുന്തിരിയുടെ ചാറിങ്ങനെ നക്കി നക്കി കുടിക്കുമ്പോ, അല്ലാ എന്റെ പിള്ള നരകത്തിൽ കിടന്ന് കത്തി എരിയുവാണോ പടച്ചോനെ, എന്റെ കുഞ്ഞിനെ ഇങ്ങടെ തന്നേരെ എന്ന് പറയും. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും തരൂലേ? ഇപ്പൊ എന്റെ വാപ്പച്ചിയുടെ കുഞ്ഞിനെ ചോദിച്ചാൽ എന്റെ വാപ്പച്ചിയുടെ കുഞ്ഞിനെ അവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ സ്വർഗത്തിലെത്തും. അപ്പോഴും ഞാൻ പടച്ചോനോട് കാല് പിടിച്ച് പറയും, പൊന്നു പടച്ചോനെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പടച്ചോന്റെ മലക്കുകൾ എന്നെ അങ്ങനെ വലിച്ചഴച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഞാനിങ്ങനെ പുറകോട്ട് വലിക്കടാ, പ്ലീസേ ഒന്ന് സഹായിക്കടാ, എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോടാ, എനിക്ക് സ്വർഗത്തിൽ പോണ്ടാ. മനസ്സിലായ? നരകത്തിലെ വിറകുകൊള്ളിയാണ് ഞാന്. എനിക്ക് അത് തന്നെയാണ് താല്പര്യം. പടച്ചോനിനെയും 14 സ്വർഗം തന്നാലും പടച്ചോനെ പ്ലീസ് തരല്ലേ എന്നേ ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, ഈ 80,000 ദാസന്മാരെ സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. 72 ഭാര്യമാരും 80,000 പരിചാരകരും. ചെറിയ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ അവസ്ഥയാണിത്. ഇതെന്ത് സ്വർഗമാണ്? ജാമിഉ തിർമുദി വോള്യം 4 ബുക്ക് നമ്പർ 12 2562 ഹദീസ്. വിശ്വാസം വന്നോ? ഇതൊക്കെ നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോകുന്നതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്ന ആളുമല്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള ഇത്തരം വിശ്വസിക്കാൻ സാധിക്കാത്ത കടിച്ചാ പൊട്ടാത്ത കളവുകൾ എഴുതി വെച്ചിട്ട് ഇത് അവിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞു തരാം. അബൂ ഉമാമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ദൈവം, അതായത് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ ആളുകളും, അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മുഴുവൻ ആളുകളും 72 ഭാര്യമാരെ വിവാഹം കഴിക്കും. പുരുഷന്മാരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും 72 ഭാര്യമാരാണ് അവർക്കുണ്ടാവുക. 2 ഹൂറികൾ വേറെ. അപ്പൊ എത്രയായി? 72 2 74 കണക്ക് ശരിയല്ലേ? ശരി. അതായത് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. 72 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. മൊത്തം 72 ഉള്ളൂ. അതിനകത്ത് 2 ഹൂറികൾ, ബാക്കി 70 നരകവാസികളുടെ അവകാശവുമാണ്. അവയ്ക്കെല്ലാം ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും. അയാൾക്ക് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗവും ഉണ്ടായിരിക്കും. എന്നെ തരി പറയണ്ട, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 4337 ഹദീസ്. എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ കിട്ടും, 2 ഹൂറികൾ ഉണ്ടാകും, ബാക്കി 70 പേര് നരകവാസികളുടെ അവകാശവുമാണെന്ന്. ഇത് എന്ത് കോപ്പിലെ സ്വർഗമാണ്, എന്ത്
ക്ണാപ്പിലെ നരകമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറി പറയും. ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുള്ളത് കൊണ്ടല്ലേ എടുത്ത് വിളമ്പുന്നത്. അല്ലാതെ നമുക്കിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും തളരാത്ത ഈ ലൈംഗികത മാത്രം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമായതുകൊണ്ടല്ലേ നമുക്കത് വിമർശിക്കേണ്ടി വരുന്നത്, അല്ലേ? ആ പുസ്തകം പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ നീയൊക്കെ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതെ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്, അല്ലേ? സൂപ്പർ സ്വർഗമല്ലേ ഇത്? പറയാനുണ്ടോ? അതാണ് സഹീറേ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനിത് നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭർത്താവിന്റെ കൂടെ പുള്ളിയുടെ ജോലിക്കാരും കാണുമോ? നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കാണുമെന്നല്ലേ പടച്ചോൻ പറയണത്? ഓപ്പൺ സെക്സ്. ഇതിനൊക്കെ ഒരു മടുപ്പില്ലേ? ചുമ്മാ 24 മണിക്കൂറും താഴാത്ത ലിംഗവുമായി ഇങ്ങനെ ലൈംഗികത മാത്രം ആസ്വദിച്ചൊരു മനുഷ്യന് പറ്റുമോ? നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരാ. നമുക്ക് ആ രൂപത്തിൽ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ. ഇപ്പൊ ബിരിയാണി 3 നേരവും ഒരു മനുഷ്യൻ ഇങ്ങനെ ബിരിയാണി തിന്നോണ്ടിരിക്കാൻ പറ്റുമോ? ഫ്രൈഡ് റൈസ് പറ്റുമോ? അതല്ലെങ്കിൽ ഷവർമ, ഷവായി, അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്ന് വിചാരിച്ചോ? അത് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ ഇടയ്ക്ക് റേഷനരി കഞ്ഞിയും കുറച്ച് ചെറുപയർ തോരനും ആഗ്രഹിക്കില്ലേ? ഇതെന്താ പടച്ചോൻ അറിയാതെ പോയത് എന്നാ ചോദിക്കുന്നത്. അല്ല ബിൻഷാദെ, ഞാൻ ചത്തിട്ടും കാര്യമില്ലല്ലോടാ. ഞാൻ ചത്താലും എനിക്ക് സ്വർഗമില്ല. അതിനെക്കാട്ടി നല്ലത് നിനക്കങ്ങ് ചത്തൂടാടാ. നിനക്ക് 72 കൂടിപ്പെണ്ണുങ്ങളെങ്കിലും കിട്ടൂലടാ. കിട്ടൂലേ? ആ 72 കൂറി വിശന്നാ തിന്നും. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ബിരിയാണി മാത്രമാണെങ്കിൽ മടുക്കില്ലേ എന്നാ ചോദിച്ചത്. ഈ ഉള്ള കാര്യം പറയുമ്പോഴത്തേക്കിനെ നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലാവായിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇസ്ലാമിലെ സ്വർഗത്തെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറഞ്ഞ വസ്തുതകളാണ് ഈ പറയുന്നത്. ഒരു സ്ത്രീയുമായി സ്വർഗത്തിൽ ഒരു പുരുഷൻ ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നേയില്ല. പിന്നെ എനിക്ക് എന്ത് സുഖമുള്ളത്? ഇനി ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാനായിട്ട് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഇവിടെ എനിക്ക് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു കാര്യവും ഇല്ല. ഗ്രന്ഥത്തിലുള്ളത് തന്നെ പറഞ്ഞിട്ട് ഇവിടെ തീരുന്നില്ല. ദിവസം 2 ലൈവ് 2-3 മണിക്കൂർ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതൊന്നും അങ്ങോട്ട് തീരുന്നില്ല. പിന്നെയാണ് അവച്ചു കൂട്ടി പറയുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ പുസ്തകത്തിനകത്തുള്ളത് ഇവിടെ പറയാനുണ്ട് ഇഷ്ടം പോലെ. പറഞ്ഞുതരാം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുത്തുന്നില്ല. ഉദാഹരണം ശാശ്വതമാണ്. ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരവും ഈ ലോകത്തിന് പുറത്തുള്ളതുമാണ്. ഈ ലോകത്ത് നിങ്ങൾ അത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും. തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അതായത് ബ്രാക്കറ്റിൽ മുസ്ലിം, 70 ഹൂറികളെ അവൻ വിവാഹം ചെയ്യുന്നതാണ്. അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീകളെ കൂടാതെ അവൻ അവിടെ 70 പെണ്ണുങ്ങളെ ലഭിക്കുന്നതായിരിക്കും. അവർക്കും വിശപ്പുള്ള യോനിയുണ്ടായിരിക്കും. അൽ ഇത്ഖാൻ ഫിൽ ഉലൂമുൽ ഖുർആൻ, പേജ് 351 റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തീർന്നില്ല, നിക്ക് പറഞ്ഞുതരാം. എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗത്തിൽ പുരുഷ വിശ്വാസികൾക്ക് കമിഴ്ന്നു കിടക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ വർണ്ണിച്ചു പറഞ്ഞ് മുഹമ്മദ് നബി അനുയായികളെ ജിഹാദിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. സുനൻ ഇബ്നു മാജ 4332 ഹദീസ്. പുരുഷന്മാർക്ക് കമിഴ്ന്ന് കിടക്കാൻ പറ്റൂല അത്ര. കേട്ടാ, ഇത് നമ്മൾ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്ക്. എന്നിട്ടല്ലേ തെറി പറയാ. എന്നിട്ടല്ലേ തെറി പറയുന്നത്. ഷഫദ, ഞാനൊരു സാധനവും വലിച്ചതല്ല, കൂടിയ ഐറ്റം വലിച്ചിട്ട് പടച്ചോൻ പറഞ്ഞതാ. അതിനേക്കാൾ കൂടിയ സാധനം വലിച്ചിട്ട് നബി പറഞ്ഞതാ.
ഞാനൊന്നും മുറുക്കുന്ന ആള് പോലും അല്ല. അല്ല, അതിന് ഞാനേ അബൂബക്കറെ ഇസ്ലാമിലുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്. ഒരുപാട് ആളുകളെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താ എന്തെങ്കിലും അവാർഡ് ഉണ്ടോ? ഇസ്ലാമിലേക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയാൽ ആരെങ്കിലും ഒക്കെ പൈസ എങ്കിലും തരുമെന്ന് വിചാരിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു 100 പേരെ യുക്തിവാദികളാക്കി ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാറില്ല. അതിനൊക്കെ വിശ്വാസം വേണേ, വിശ്വസിച്ചോ. വിശ്വാസം ഇല്ലേ, പോയി തൊലഞ്ഞോ, അത്രേ ഉള്ളൂ കാര്യം. അതല്ലാതെ ഇവരെ ഒക്കെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്കെന്താ, എനിക്ക് അങ്ങനത്തെ ഒരു വിഷയവുമില്ല. ഒരാളെ പോലും യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും എനിക്ക് യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ. ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇസ്ലാമിക സ്വർഗത്തെക്കുറിച്ച് ഇസ്ലാമിക പുസ്തകങ്ങളിൽ സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന 6 വിശ്വാസ പ്രമാണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മളൊന്ന് എടുത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി കുറച്ച് മുജാഹിദ് സലഫി ആശയക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ തൽക്കാലം സ്നേഹസംവാദങ്ങൾക്ക് വിട പറഞ്ഞു. ഖുർആൻ ക്ലാസുകൾ വേണ്ട, ഹൽക്ക ക്ലാസുകൾ വേണ്ട, തർത്തീബ് ക്ലാസുകൾ വേണ്ട, വഅള് പരമ്പരകൾ വേണ്ട, ഖുർആൻ പദാനുപദം അർത്ഥം വെച്ചിട്ട് QHLSന്റെ ക്ലാസുകൾ വേണ്ട. തൽക്കാലം യുക്തിവാദികളെ മതം പഠിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു. എന്നിട്ട് എന്തായി? ഒരു പണി ഇങ്ങോട്ട് തരുമ്പോൾ 9 പണി തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. കൂടുതൽ ആളുകൾ സംശയവുമായിട്ട് ഇവന്മാരെ സമീപിക്കും. ഷോക്കേസുകളിൽ ഏതോ കാലഘട്ടത്തിൽ ദർസുകളിൽ പഠിച്ച പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് ഇപ്പൊ പാഠിക്കുക വരെ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ യൂട്യൂബ് ചാനൽ വഴിയാ പഠിപ്പിക്കുന്നേ. ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഹറാമായ പരസ്യങ്ങൾ വഴി ഉണ്ടാക്കുന്ന പണവും അവർക്ക് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹറാമും ഹലാലും ഇല്ലല്ലോ. യൂട്യൂബിലൂടെ കഷ്ടപ്പെടുന്നു, അതിനകത്ത് പൈസ കിട്ടുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പൈസ ഹലാലോ ഹറാമോ എനിക്ക് പ്രശ്നമില്ല. ആരെയും അപഹരിക്കുന്നതല്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വിഷയങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നു, നിങ്ങൾ അത് വന്ന് കാണുന്നു, അതിനകത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. വെറുതെ തന്തയ്ക്കുള്ളിൽ മാത്രം കിട്ടിയാൽ മതിയാ. എല്ലാവരും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പണത്തിന് വേണ്ടി തന്നെ, ആരും മോക്ഷത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ജനസേവനമൊന്നും അല്ലല്ലോ. ഉസ്താദുമാരെന്തിനാ സ്വപ്ന വ്യാഖ്യാനം എന്നും പറഞ്ഞു ലൈംഗികതകൾ പഠിപ്പിക്കുന്നത്? എന്തിനാ? ആദ്യ രാത്രി എന്തായിരിക്കണം ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ പെണ്ണിന്റെ കാര്യം പോക്കാണ്. ഒരു ഭാര്യ ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഭാര്യയുടെ മുല കുടിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലും ഉണ്ടാക്കി വീഡിയോകൾ ചെയ്യുന്ന എന്തിനാ? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. അവരൊക്കെ പുണ്യാളന്മാരും നമ്മള് യൂട്യൂബിൽ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാല് നമ്മൾ ചെയ്യുന്നത് മോശവും. ഇപ്പൊ എന്തായിരുന്നാലും കുറച്ച് ആളുകൾ, കുറച്ച് മുജാഹിദ് പ്രവർത്തകർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, എന്നെയൊക്കെ നന്നാക്കി ആട്ടാം. അതുകൊണ്ട് തുടക്കം തന്നെ അവർ വെച്ചു നബിയുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ശരി, ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ വന്നത് നബിയുടെ ഭാര്യയായിരുന്നു. ശരി, അതും ഞങ്ങൾ പൊള്ളിച്ചടുക്കി കീറി ഇഴകീറി പരിശോധിച്ച് കയ്യിലങ്ങോട്ട് കൊടുത്തു. അതോടെ പോയതാ. ലോകത്താരെങ്കിലും ഒരു ഭാര്യയെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ടേ അതെ നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയുമോ? അതിന്റെ നബിക്ക് വീടൊന്നുമില്ലേ? പോകുന്നിടത്തൊക്കെ കെട്ടുക, വെളയിൽ വെച്ചിട്ട് ആദ്യ രാത്രി ചോദിക്കുക, കളി ചോദിക്കുക, ഒരു കളി തരുമോ കരളെ? അപ്പൊ കരള് ചോദിച്ചു, അങ്ങടിപ്പടി, ഞാനൊരു രാജ്ഞിയല്ലടാ, എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാനോ? ടീച്ചറുണ്ടല്ലോ, അല്ല എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പെണ്ണ് നല്ല രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നബി പറഞ്ഞുടാ ഇങ്ങോട്ട് വന്നേ. ഒരു അനുചരനെ വിളിച്ചിട്ട് പറഞ്ഞുടാ നല്ല വില കൂടിയ വസ്ത്രമൊക്കെ എടുത്തിട്ട് ഇവരെ വീട്ടിൽ പറഞ്ഞു വിട്ടേരെ. ശരി, കാരണം ഇനി അവിടെ നിന്നാൽ അടി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ പറഞ്ഞു വിട്ടു. ഉസുറും ഉളുപ്പും എനിക്കല്ലടാ, ഖുർആനിലടാ ഇല്ലാത്തത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു വിടുന്നു, ഒരു പ്രശ്നവും ഇല്ല. പച്ചക്കളവോ? അപ്പൊ ചുമന്ന കളവാണോടാ ഖുർആനിലും ഹദീസും ഒക്കെ? ഇതിനകത്തുള്ളതല്ലടാ പറയുന്നേ, ഈ പുസ്തകത്തിനകത്തുള്ളതല്ലടാ പറയുന്നേ.
നീയൊന്നും ഈ പുസ്തകം കണ്ടിട്ടില്ല. വേറൊരുത്തം വന്നിട്ട് അമ്രത്ത് മറയ്ക്കാൻ ഔറത്താടാ ഈ ഗുണ. ഓരോ മലരന്മാര് വന്നിട്ട് ഔറത്ത് മറയ്ക്കണം എന്നോട്. കഴുത്തൊക്കെ കാണുന്നല്ലോ, അതായിരിക്കും. ശരി, എന്റെ പണി ഇതാണ്. അനിൽ വിൻസിന് മുല കാണിച്ചു തരുമോന്ന്. ഉമ്മാടത് കണ്ട് തളർന്നോ? തൽക്കാലം ഒരു ചേഞ്ചിന് പിടിക്കടാ. പെങ്ങൾക്കും കാണുമല്ലോ, പെങ്ങൾക്കുണ്ട്. എനിക്കുള്ളതെല്ലാം നിന്റെ പെങ്ങൾക്കുമുണ്ട്. ധൈര്യമായിട്ട് പോയി കാണാൻ. പിന്നെ വീട്ടുകാർ മാത്രമല്ലേ അറിയൂ, പുറത്താരും അറിയത്തൂല്ല. ഇത് എന്റേത് ഒന്ന് കാണാൻ നിന്ന് കട്ടി കിട്ടൂലേ? ഞാൻ പിന്നെ നിന്നെ ബാക്കി വെക്കുവോ? ഹിസ്റ്ററി ഓഫ് ആരടാ? നിന്റെ ഉമ്മ നിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നോ? ആണോ? വാപ്പ പറഞ്ഞ അറിവാണോടാ നിനക്ക്? വാപ്പ പറഞ്ഞതാ മോനെ ഞാൻ ഇന്നടത്ത് പോയിട്ട് വ്യഭിചരിച്ചുണ്ടാക്കിയതാണ് നിന്നെന്ന്? നിന്റെയൊക്കെ കൾച്ചർ കേൾക്കുമ്പോ അറിയാടാ, നിന്നെയൊക്കെ ഏവൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇട്ടതാണെന്ന്. ഉണ്ടാക്കി വിളയെ കളഞ്ഞു. ഒരു മുഹമ്മദ് ഇസ്മായിൽ വന്നിട്ട് എന്നെ പോലെ വേട്ടാവളിയന്മാരായിരിക്കും കാണുന്നത്. അപ്പോ അതിനകത്തെ നമ്പർ 1 വേട്ടാവളിയനാണ് ഇവനാണ് വന്നിപ്പോ എന്റെ ലൈവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നെ ഇന്ന് കിട്ടും ഒരു കാര്യത്തിനാണ്. ഉമ്മായം അടുത്തോടാ ബിൻഷാദേ. ഉമ്മായം അടുത്തോ? ചേഞ്ചിന് പിടിക്കുന്നതാ? പെങ്ങളെ പിടിക്കടാ. അല്ലെങ്കിൽ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. നബിയുടെ മര്യാദയും കിട്ടും, നബിയുടെ സുന്നത്തും കിട്ടും. നബിയും അങ്ങനെയായിരുന്നു. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അബൂബക്കറിന്റെ വീട്ടിൽ ആയിഷയെ കണ്ടപ്പോഴത്തേക്കിന് മോഹം ഉദിച്ചത്. ധൈര്യമായിട്ട് പോയിക്കോടാ, സുന്നത്തെടുത്ത പ്രതിഫലമെങ്കിലും കിട്ടുമല്ലോ. ഓരോ വേട്ടാവളിയന്മാരെ ഇനി കയറി വരും. ഇസ്ലാമിനെ പറയുന്നത് കൊണ്ടാണ്. ഖുർആനും ഹദീസും ഒക്കെ പറയുമ്പോഴേ ഇവർക്ക് വിഷമം ഉണ്ടാകുമല്ലോ. ശരി, നബിയുടെ എണ്ണമറ്റ സ്ത്രീ വിഷയങ്ങള് എന്നും ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. 6 വയസ്സുകാരിയുമായിട്ടുള്ള വിവാഹം മുതൽ അടിമവേഴ്ചയാണെങ്കിലും മറ്റ് സ്ത്രീകളോട് ശരീരം ദാനം ചോദിക്കുന്നതാണെങ്കിലും മൊത്തം കൊള്ളയടി, കൊലപാതകങ്ങള്, മോഷണം, പിടിച്ചുപറി, പിന്നെ നമ്മളെ എതിർക്കുന്ന ആളുകളെ ഒക്കെ ഇല്ലാതാക്കുക. ഇപ്പൊ ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയും പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പം മുസ്ലിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് കള്ളമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് റെഫറൻസ് ഇടാൻ നിർബന്ധിതരായത്. അതല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. ഇതിപ്പോ ഓരോന്നിന്റെയും റെഫറൻസുകൾ എഴുതി ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന വചനത്തിലാണ് ഇത് പറയുന്നത് എന്നൊക്കെ പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഇത് മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവാണ് അലിയോ പ്രവാചകന്റെ മറ്റേതെങ്കിലും അനുചരന്മാരോ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്തതായിട്ട് ചരിത്രങ്ങളുണ്ടോ? ഇങ്ങനെ ബാലവിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപരിഷ്കൃത ഗോത്ര ആചാരമായിരുന്നു എന്ന് നമുക്കതങ്ങ് തള്ളിക്കളയാം. ശരി, ആ ഗോത്ര ആചാരത്തെ ഇന്നും ആ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ടെന്നും ഇന്നും ആ നബി പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണമെന്നും ഇവരെ നിർബന്ധിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്, അല്ലേ? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം പ്രവാചകൻ 53 വയസ്സും ആയിഷയ്ക്ക് 6 വയസ്സുമേ ഉള്ളൂ. നബി മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 16 വയസ്സാണ്. ആ ആയിഷയെ ആരും കെട്ടരുത് എന്ന് ഖുർആനിൽ വചനമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ, നബിയുടെ ഭാര്യമാര് മൊത്തം എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാണ്, അതുകൊണ്ട് ഇനി അവരെ ആരും കെട്ടരുത് എന്ന് പറയുമ്പോൾ നബി എന്തുകൊണ്ടാണ് വാപ്പയാകാത്തത് എന്ന് ചോദിക്കില്ലേ? നമ്മുടെ തലയ്ക്കകത്ത് ആളുതാമസമുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മളത് ചോദിക്കും. കാരണം വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ, അബൂബക്കറിന്റെ മകളാണ് ആയിഷ. മുഹമ്മദ് നബി കെട്ടിയതോടുകൂടി അബൂബക്കർ മോനായി. കാരണം നബിയുടെ ഭാര്യമാര് എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാണല്ലോ. അപ്പൊ അബൂബക്കർ ഇതുവരെ ആയിഷ മോളെ എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദ് നബി കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ 6 വയസ്സുള്ള ഉമ്മയെ കിട്ടി 55-കാരനായ അബൂബക്കറിന്. നിങ്ങൾ എത്ര കണ്ട് ന്യായീകരിച്ചാലും പെയിന്റ് അടിച്ചാലും ശരി, ഇസ്ലാം എന്താണ് എന്ന്, ഇസ്ലാമിലെ വൈകൃതങ്ങൾ എന്താണെന്നും ഈ കാലഘട്ടത്തിലെ ഗുർമീത് റാം റഹീം സിംഗുമാര് പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന രൂപത്തിലുള്ള ഹദീസുകളാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നും ജനങ്ങൾക്കിന്ന് മനസ്സിലായി. പ്രവാചകൻ ആ കാലഘട്ടത്തിന്റെ ഗോത്ര ചിന്തകളുമായി മുന്നോട്ട് പോയി. ഈ ആധുനിക കാലഘട്ടത്തിലും ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ.
നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കും തോറും ഞാൻ പറയുന്ന വസ്തുതകളും തെളിവുകളും കേൾക്കാൻ ജനങ്ങൾ കാതോർത്ത് കാത്തു നിൽക്കും. കാരണം എന്തെന്നറിയാമോ? ചേട്ടാ, ഇത്രയും തെറി വിളിച്ചിട്ടും ഇവര് വീണ്ടും വല്ലാത്ത തൊലിക്കെട്ടിയാണല്ലോ. ഇവര് വീണ്ടും വന്ന് ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ടല്ലോ. മുഹമ്മദ് നബിയുടെ ഉത്തമമായ മാതൃകകൾ എന്താണ് എന്ന് നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറയും. ജനങ്ങൾ അത് കേൾക്കും. 6 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിനെ 53 വയസ്സുള്ള സമയത്ത് വിവാഹം കഴിച്ചതിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണുള്ളത്? വളർത്തുമോന്റെ ഭാര്യയെ വെറുതെ വിട്ടോ? തുണി മാറുന്നത് കണ്ടതാ. അപ്പോഴേക്ക് തന്നെ അതിനെയും തട്ടിയെടുത്തു. ഓട്ടക്കാലണ പോലും ഇല്ലാതെ ആ വളർത്തുമോൻ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടു. പോകുന്നിടത്തൊക്കെ കല്യാണം, നിക്കാഹ്, മുത്ത്, ആ വിവാഹം. 1 രാത്രിയോ 3 രാത്രിയോ ഒക്കെ പണമോ വസ്ത്രമോ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ ഭോഗിക്കാൻ തന്റെ അനുയായികളെ അനുവദിച്ചു. ഇതിനകത്ത് എന്ത് മാതൃകയാണ് നിങ്ങളുള്ളത്? ഖൈബർ എന്ന നാട്ടിലേക്ക് ഇരച്ചു കയറി അവിടെ പോയി സഫിയ എന്ന സ്ത്രീയുടെ ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ ആ പെണ്ണിനെ ബലാത്കാരം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ പിൻപറ്റാൻ പറ്റുമോ? എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ബഹുദൈവ വിശ്വാസികളാകുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടിവസ്ത്രം പൊക്കി നോക്കി. ഗുഹ്യരോമം വളർന്നിട്ടുണ്ട്. എല്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പനയിട്ടു. കാരണം പ്രായപൂർത്തിയായ ആൺപിള്ളേരെയൊന്നും ആവശ്യമില്ല, പെണ്ണുങ്ങളെ തന്നെ ചെയ്തിട്ട് നബിക്ക് ഉണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ നബിയുടെ ചര്യ നിങ്ങൾക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുമോ? ഭർത്താവ് മരണപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ വായിൽ മണ്ണുവരിയുടെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നബിയുടെ അനുചരന്മാർക്ക്, നബിയുടെ അനുചരനാണല്ലോ, ഒരു മോഹം. നബിയെ, ഞങ്ങൾ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഭാര്യമാരൊക്കെ വീട്ടിലാണ്, ഇവളുമാരെ നമ്മളൊന്ന് നബി പറഞ്ഞു. അല്ല നബിയെ, അവളുമാരുടെയൊക്കെ ഭർത്താക്കന്മാര് കുറച്ചെണ്ണത്തിന്റെ ഒക്കെ കൂടെയുണ്ട്, എന്തപ്പോ ചെയ്യാം. നിങ്ങൾ ആ സ്ത്രീകളെയൊക്കെ ഭോഗിച്ചോടെ, അവരെ നമുക്ക് പടച്ചവും കൽപ്പിച്ചു തന്നതല്ലേ, യുദ്ധത്തിൽ നേടിയ വലതുകൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയൊക്കെ. എങ്ങനെയുണ്ട്? മതം നോക്കി മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ട ഈ നബിയിൽ ഈ കാലഘട്ടത്തിന് പിൻപറ്റാൻ പറ്റുന്ന എന്തോ മാതൃകയുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? നബി പറയാണ്, നമ്മുടെ ഒരു മനുഷ്യന്റെ അവന്റെ 2 കാലുകൾക്കിടയിലുള്ളതും തുടയെല്ലുകൾക്കിടയിലുള്ളതും അല്ല താടിയെല്ലുകൾക്കിടയിലുള്ളതും തുടയെല്ലുകൾക്കിടയിലുള്ളതും സൂക്ഷിക്കണമെന്ന്. നാവ് ലൈംഗിക അവയവം അല്ല, ഇതൊന്നും സ്ത്രീക്ക് മാത്രം സൂക്ഷിച്ചാൽ മതിയോ? ഇത് രണ്ടും പുരുഷനും സൂക്ഷിക്കണ്ടേ? അങ്ങനെ സൂക്ഷിച്ചാൽ അള്ളാഹു സ്വർഗ്ഗം ഉറപ്പ് തരുന്ന നബി പറയുന്നത്. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6807 ഹദീസാണ്. തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 2408 ഹദീസാണ്. ഈ നബി രാത്രിയും പകലും ഒറ്റ മണിക്കൂറിൽ നബിയുടെ 11 ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നെന്ന്. നബിക്ക് 30 പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നെന്നാണ് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സുഹൈൽ ബുഖാരി വോള്യം 1 ബുക്ക് നമ്പർ 5 ഹദീസ് നമ്പർ 268. ഒറ്റ രാത്രി എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു. 148 ഹദീസാണ്. റഫറൻസ് ബുക്കുണ്ട്, ബുഖാരി 5215 ഹദീസ്, ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. നബി ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് നബിക്ക് 53, ആയിഷയ്ക്ക് 6 വയസ്സുമായിരുന്നു. ആ സമയത്തൊക്കെ നബി ഇങ്ങനെ ആയിഷയെ സ്വപ്നം കണ്ടിരുന്നു. സുഹൈഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5078 ഹദീസ്. 9ാമത്തെ വയസ്സിലാണ് അവളുമായി ലൈംഗിക ബന്ധം കൂടുന്നതെന്നും 6 വയസ്സുള്ളപ്പോഴാണ് ആയിഷയെ വിവാഹം കഴിക്കുന്നതെന്നും 30 പേരുടെ ശക്തിയുള്ള 53കാരനായ നബി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടെന്നും ഒക്കെ പറയുന്ന ഹദീസുകളെ ഇഷ്ടം പോലെ എല്ലാ ഹദീസുകളിലുമുണ്ട്. എന്നിട്ട് ഇവര് പറയാണ്, സ്ത്രീക്ക് ലൈംഗികതയ്ക്ക് പ്രായമില്ല, കല്യാണത്തിന് പ്രായമില്ല. ആ 6 വയസ്സുള്ള കുഞ്ഞിന്റെ ലൈംഗിക പക്വത തെളിയിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവര്. ആ 6 വയസ്സുള്ള കുഞ്ഞ് ലൈംഗിക പക്വത നേടിയ കുഞ്ഞായിരുന്നെന്ന്, ഭാര്യയായിരുന്നു. ഇതൊക്കെ എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിച്ചോ? നമ്മൾ വിശ്വസിക്കില്ല. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അള്ളാഹു, ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് കാണുന്ന ഈ തെറിവിളികളൊക്കെ ഇല്ലേ, കുറച്ച് കഴിയുമ്പോഴത് മാറും. അവർക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ വെളിവ് വീഴും.
ഇവരിത്രയും പച്ചയ്ക്ക് വന്നിരുന്ന് പബ്ലിക്കായിട്ട് ലൈവിലൂടെ നബിയുടെ ലൈംഗികതയെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നല്ലോ. ഇവരുടെ ജീവൻ ആപത്തുണ്ടാവില്ലേ? ഇവരെ മുസ്ലിങ്ങൾ വെറുതെ വിടുവോ? അപ്പൊ ഇവര് പറയുന്നത് ശരിയായിരിക്കുമോ? എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവരുടെ ചിന്തകൾക്കൊന്ന് സ്പാർക്ക് വീണാ മതി, അവരുടെ മനസ്സിൽ നിന്നും ഇസ്ലാം അന്ന് ഗുഡ് ബൈ പറയും. ഇന്നീ കാണുന്ന തെറിവിളിക്കാരെ സൃഷ്ടിച്ചു വിട്ടതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? 1400ഓളം വർഷങ്ങളായി നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ, എക്സ്പെഷ്യലി കേരളത്തില്, അപകടകരമായ രൂപത്തിൽ ഈ ഇസ്ലാമിക ഭീകരത വളർന്നത് എങ്ങനെയാണെന്നറിയാം? ഇക്കഴിഞ്ഞ 30, 40, 45 വർഷത്തിനകത്താണ്. 45 ആയിട്ടുണ്ടാവില്ല, ഒരു 35 വർഷമേ ആയിട്ടുണ്ടാവത്തുള്ളൂ. ഈ വർഗീയതയും ഭീകരവാദവും ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും വളർന്നിട്ട് ഇസ്ലാം എന്ന കൊടും വിഷം ജനങ്ങളിലേക്ക് എടുത്ത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-35 കൊല്ലങ്ങളെ ആയിട്ടുണ്ടാവും. മുമ്പ് ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ വിഭാഗീയതയൊന്നും ഉണ്ടായിരുന്നില്ല. അവര് കാഫിറാണ്, ഇവര് മുസ്ലിമാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയും ഉണ്ടായിരുന്നില്ല. വലിയ രൂപത്തിൽ ഈ 30-40 വർഷങ്ങൾ കൊണ്ട് കുഞ്ഞു മക്കൾ മുതൽ നിർബന്ധിതമായ മതപഠനത്തിന്റെ ഭാഗമാകുക മാത്രമല്ല, ആ മദ്രസകളിലൂടെ ഇവർക്ക് ലഭിക്കുന്ന പഠനം വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് അമുസ്ലിമാണ്, അവൻ കാഫിറാണ്, അവൻ നരകത്തിന്റെ അനുയായികളാണ്, അവൻ നരകത്തിൽ കിടന്ന് വെന്തെരിയാനുള്ളവനാണ് എന്ന ഒരു ആശയം ഇവന് മദ്രസകളിൽ നിന്നും ലഭിച്ചു. ഖുർആൻ സത്യസന്ധമായി പഠിക്കാത്ത കുട്ടികൾ, ഖുർആനിനകത്ത് എന്താണുള്ളത് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുക. കാരണം ഉസ്താദുമാരൊന്നും അത് കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കത്തില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനിന്റെ അർത്ഥമൊന്നും പഠിക്കാൻ പാടില്ലായിരുന്നു. സൂറത്തുൽ ഫാത്തിഹ 1-ാമത്തെ അധ്യായം എല്ലാ നമസ്കാര വേളകളിലും പാരായണം ചെയ്യപ്പെടുന്ന അധ്യായമാണ്. ഒരു ദിവസം ഒരു വിശ്വാസി 17 തവണ പാരായണം ചെയ്യുന്ന അധ്യായമാണ്. അതിന്റെ പോലും അർത്ഥം എത്ര പേർക്കറിയാം? തുച്ഛമാണ്. അങ്ങനെ ഈ മദ്രസകളിലൂടെ ലഭിച്ച ഈ മതവർഗീയത, ഈ മതവിഷം, അന്യമത വിരോധം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഇവരുടെ ഭക്ഷണത്തിൽ വന്നു, വസ്ത്രത്തിൽ വന്നു, സൗഹൃദത്തിൽ വന്നു, സ്കൂളുകളിൽ വന്നു, ഇവരുടെ കളിസ്ഥലങ്ങളിൽ വന്നു. എന്തിനേറെ എല്ലായിടങ്ങളിലും ഏത് സുഹൃത്തിനെ ഞാൻ സ്വീകരിക്കണം എന്നതുവരെ മതം അടക്കി ഭരിച്ചു. ഇന്നത്തെ ഈ വർഗീയതയുടെ ആരംഭം അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഏത് രാജ്യങ്ങളിൽ എടുത്താലും ശരി, ഇത് തന്നെയാണ് ഇതിന്റെ ബേസ്. 9 വയസ്സുള്ള ഒരു കുട്ടി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ. എന്താ പറഞ്ഞ കാരണം? ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മരണാനന്തര ചടങ്ങുകൾക്കുള്ളതെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചോ, നീയൊന്നും ഇനിയും മണ്ണിലുണ്ടാവില്ല. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ പറയാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ മാറും. ഈ കാലഘട്ടത്തിൽ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്നും ഇതാണ് വന്നതെങ്കിൽ അടുത്ത ഒരു 10 വർഷത്തിനകം എന്തായിരിക്കും ഇസ്ലാമിന് സംഭവിക്കുന്നത്? ഈ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മദ്രസകളുടെ സിലബസുകൾ തീരുമാനിക്കുന്നത് ആരാ? ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാ? അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർണയിക്കുന്നത് ആരാ? അവരെന്തുവാണ് പഠിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ? മതേതര മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പറ്റുമോ മദ്രസകളിൽ എല്ലാ മതവും പഠിപ്പിക്കട്ടെ എന്ന് പറയാൻ? 2025 മുമ്പ് ഇന്ത്യ മുഴുവനും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മത ആലയങ്ങൾ വളരുമെന്നാ പറയുന്നത്. ഫ്രാൻസിലെ പോലെ മദ്രസകളുടെ മതപഠനത്തിന്റെ സിലബസ് കൃത്യമായി നിർവചിക്കണം. അമുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് മദ്രസകളിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ കഴിയണം.
ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്നിട്ട് പിരടിക്കു വെട്ടിക്കൊല്ലാൻ പറയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന വചനം എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയെയും ജൂതനെയും ബഹുദൈവ ആരാധകരെയും നശിപ്പിക്കാനുള്ള പ്രാർത്ഥനകൾ, അതിനുള്ള ആഹ്വാനങ്ങൾ ഖുർആനിലുണ്ട്. ഇന്ത്യയിൽ അതൊക്കെ ക്രിമിനൽ കുറ്റമല്ലേ? അതെന്ത് ചെയ്യണം എന്ന് നിർവചിക്കണം. മുസ്ലിങ്ങളെ മനുഷ്യനാക്കി മാറ്റണം. നമ്മൾ പറയാറില്ലേ, മനുഷ്യനാകണം. അങ്ങനെ എല്ലാവരെയും സമഭാവത്തോടുകൂടി ചിന്തിക്കുന്ന മനുഷ്യനാക്കി മാറ്റാൻ അടുത്ത തലമുറയിലെ മനുഷ്യനെ എങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ? ഫ്രാൻസില് ഒരു 18കാരനായ ഒരു വിദ്യാർത്ഥിയാണ് സ്വന്തം അധ്യാപകന്റെ തല അറുത്തെടുത്തത്. ആ രാജ്യത്ത് കയറി ചെന്നിട്ട് ആ സെക്കൻഡിൽ തന്നെ ആളെ വെടിവെച്ചു കൊന്നു. ഫ്രാൻസ് അല്ലേ? ആലോചിച്ചു നോക്കണം. സിറിയയില് ഫ്രാൻസ് ആക്രമണം നടത്തിയതിന്റെ തിരിച്ചടിയാണ് ഫ്രാൻസിന് കിട്ടിയത് എന്ന് പറഞ്ഞു. എന്നിട്ട് സിറിയയിലും ഇറാഖിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊന്നൊടുക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഹമാസ് ഭീകരരെ കണ്ടോ നമ്മൾ? എന്തേ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത്? ഇവരാരും അവര് മനുഷ്യരല്ലേ? അവരിൽ സ്ത്രീകളില്ലേ? കുട്ടികളില്ലേ? യസീദി പെൺകുട്ടികളെ ഇറച്ചി വിലയ്ക്ക് തൂക്കി മതത്തിന്റെ പേരിൽ അവരുടെ മാംസങ്ങൾക്ക് വില പറഞ്ഞപ്പോൾ എന്തേ അവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവരെ ആരെയും കാണാത്തത്? എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ വിമർശനം നേരിടുന്നത് എന്ന് മനസ്സിലായോ? 1980കളുടെ അവസാനത്തിൽ കാശ്മീരിൽ 100 കണക്കിന് ഹിന്ദുക്കളെ കൊന്നു. അവരെ അവിടെ നിന്നും ഓടിച്ചത് സിറിയയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ പേരിലാണോ? ഇപ്പൊ മനസ്സിലായോ? ഇവരുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന മത തീവ്രവാദം ചില സാഹചര്യങ്ങളിലെങ്കിലും മറ നീക്കി പുറത്തു വരും. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് അതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇവർക്ക് ചക്കരയാണ്. ആയിക്കോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞിട്ടല്ലേ വിമർശിക്കുന്നത്? ആദ്യം നിങ്ങൾ പോയി ആ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ എന്ന് നോക്കണം. ആ പുസ്തകത്തിനകത്ത് ഇതുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത് നിങ്ങൾ ആലോചിക്കണം, ഇനി പുസ്തകത്തിൽ ഇല്ല എന്ന് വിചാരിച്ചോ? നേരെ ലൈവിൽ കയറി അതെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ നോക്കി കണ്ടില്ല, നിങ്ങൾ കള്ളമാണ് പറയണെന്ന് പറ. ശരിക്ക് പഠിക്കാൻ പറഞ്ഞാൽ ജുനൈദെ പഠിച്ചിട്ട് തന്നെയാ വന്നത്. നിങ്ങൾ ഒരിക്കൽ പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു. പഠിച്ചിട്ട് വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടി. നിങ്ങളിനി മേറിൽ നിന്നും താഴെ ഇറങ്ങില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ഇസ്ലാം എത്രമാത്രം അപകടകാരിയാണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് അറിയാം. ജനങ്ങൾ അറിയണം, അവര് മനസ്സിലാക്കണം. നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് സകലതിനും സാധിക്കുന്ന സർവലോക രക്ഷിതാവായ അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചിട്ട് മുസ്ലിങ്ങളുടെ പടച്ചോൻ പറയണം മുസ്ലിങ്ങളുടെ തലയെടുത്തേക്ക് നിങ്ങൾ. അങ്ങനെ മനുഷ്യനെ കൊണ്ട് തന്നെ കൊല്ലിക്കേണ്ട കാര്യം ഈ പടച്ചോനുണ്ടോ? പടച്ചോൻ വിചാരിച്ചാൽ കൃത്യമായി എല്ലാ മനുഷ്യനും എന്ത് സംഭവിക്കണം എന്ന് അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമല്ലോ. ആ പടച്ചോൻ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടേണ്ട വല്ല കാര്യമുണ്ട്? ഇസ്ലാം ഉയിരാണ്, അതിനെ ആർക്കും ഡാഷ് ആക്കാൻ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നത് തന്നെയാണ് താല്പര്യം. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഭീഷണികൾ, വധശ്രമങ്ങൾ വലിയ ബുദ്ധിമുട്ടല്ലേ ജീവിച്ചു പോകാൻ. എന്ത് തൊഴിലെടുത്ത് ജീവിക്കും? വലിയ പ്രയാസം. ഏത് തൊഴിൽ സ്ഥാപനം ഇട്ടാലും ഇവന്മാര് കൂട്ടിക്കും. മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്നേ. അതുകൊണ്ട് അതിലും നല്ലത് നിങ്ങളൊക്കെ വിശ്വാസികളായിട്ട് തന്നെ നിന്നോ. അപ്പോൾ സ്വർഗത്തിൽ പോയി നിങ്ങൾ മുന്തിരിച്ചാറ് കുടിക്കുമ്പോൾ ഞാൻ ശകലം തരുമോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്നെ അങ്ങ് ആട്ടി ഓടിച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞാൽ മതി, നീ ലൈവിൽ ഇരുന്നിട്ട് അന്ന് പറഞ്ഞില്ലടി എനിക്ക് സ്വർഗം വേണ്ടാന്ന്, ഞങ്ങളിപ്പം മുന്തിരിച്ചാറ് മൂഞ്ചുന്ന കണ്ടോ,
കണ്ടോ നമുക്ക് താണ്ട എത്ര ഹൂറികളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം നിങ്ങൾ എന്നെ അങ്ങ് ആട്ടി ഓടിച്ച് വിട്ടാൽ മതി. ശുഭരാത്രി.